What's up, y'all? Welcome to Pedia. എന്താണ് എല്ലാവരുടെയും വിശേഷം? അങ്ങനെ 2025 തീരാറായി. തീർന്നു 2-3 more days. 3-4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. തുടങ്ങിയത് അറിഞ്ഞില്ല. എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. 2025 ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയൊരു വർഷമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ എല്ലാവരെയും സംബന്ധിച്ചും വലിയൊരു കൊല്ലമാണ്. കൂടാതെ ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചൊരു കൊല്ലമാണ് 2025. നമ്മളെല്ലാവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി ഇപ്പൊ എല്ലാം സംഭവിച്ചു. ഇപ്പൊ ക്രിക്കറ്റ് വൈസ്, സിനിമ വൈസ്, പീസ് വൈസ്, യുനോ എല്ലാത്തിനെയും സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചൊരു കൊല്ലമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചും പേഴ്സണലി കുറെ കാര്യങ്ങൾ സംഭവിച്ചാണ്. ഞങ്ങൾ ഈ പീഡിയ എന്ന് പറഞ്ഞ ചാനൽ ലോഞ്ച് ചെയ്ത് 2025 ആൻഡ് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഇറക്കി തിരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഇറക്കി തുടങ്ങിയത്, യൂട്യൂബിൽ ഇറങ്ങി തുടങ്ങിയത്, ഒരു ചാനൽ പോലെ ഒരു സീസണായിട്ട് ഞങ്ങളൊരു കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ഒരു എപ്പിസോഡൊക്കെ വെച്ച് സ്ട്രക്ചർ ചെയ്ത് ഇറക്കി തുടങ്ങിയത് ഈ കൊല്ലമാണ്. പക്ഷെ ആ സ്ട്രക്ചർ എത്രത്തോളം വർക്കായെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് വി ഹാവ് നോട്ട് ബീൻ ദാറ്റ് കൺസിസ്റ്റന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ മൂവിങ് ടുവേർഡ്സ് 2026 വലിയൊരു ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റാർട്ട് അനദർ സീസൺ. എന്താണ്, ഒരു സീസൺ 3 പോലെ അല്ലെങ്കിൽ സീസൺ 2 പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോവുക. എന്നിട്ട് കുറച്ചുകൂടെ ആൾക്കാരനെ ഇൻകോപ്പറേറ്റ് ചെയ്യുക, ഒരു 3 പേരൊക്കെ ഇട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് വളർത്തിയെടുക്കണം. ആൻഡ് കൺസിസ്റ്റന്റ്ലി എവറി വീക്ക് ഒരു കോണ്ടന്റ് പുറത്തു വരണം എന്നൊരു സാധനം ഞങ്ങളുടെ മൈൻഡിലുണ്ട്. അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയത്തില്ല. പിന്നെ പീഡിയ ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും വിഷനിലൊന്ന് കഥകൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ലൈക്ക് ഇവിടെ വന്നിട്ടുള്ളവരുടെയും ലൈക്ക് ഓരോരോ ആൾക്കാർ പോകുന്ന ഓരോരോ ഡിഫറെന്റ് സ്റ്റോറീസ് ഉണ്ടല്ലോ, അതെല്ലാം എത്തിക്കുക എന്നുള്ളതായിരുന്നു പീഡിയയുടെ മെയിൻ വിഷൻ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടൊരു കാര്യം, ഇതോ ഈ ചാനലുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിരുന്നു ഞങ്ങൾ ഈ കൊല്ലം ബേസ് ഇട്ടത്. അടുത്ത കൊല്ലം ഗോയിങ് ഫോർവേഡ് ഞങ്ങൾ കുറെ കൂടെ ഗസ്റ്റുകൾ ഇൻവൈറ്റ് ചെയ്യുകയും അതുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കണം എന്നാണ് ഞങ്ങളിപ്പോ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ടുപേരും ഫുൾ ടൈം വർക്ക് ചെയ്യണു, അതിന് പുറമെ കുറെ കാര്യങ്ങൾ ലൈഫിൽ നടന്നു പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് ഇതിന് സമയം കണ്ടെത്തുന്ന അത്ര വലിയൊരു എളുപ്പമുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ തന്നെ. അപ്പോൾ ചിലപ്പോൾ 26 ഞങ്ങൾ ബാങ് ഓൺ ആയിട്ട് പുറത്തു വരാനാണ് ഞങ്ങൾ ബാങ്കോട്ടായിട്ട് പുറത്തു പോരും ഗൈസ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. ആൻഡ് ഓൾസോ ഇൻ മീൻവൈൽ എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ പീപ്പിൾ ഹു ഹാവ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് താങ്ക് യു ഫോർ ദ പീപ്പിൾ ഹു ആക്ച്വലി വാച്ച്. കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ആൻഡ് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. 2026 കുറെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ആ മാറ്റങ്ങളിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് 2025 എന്തൊക്കെയാണ് ലോകത്ത് നടന്നത്, ഒരു റീക്യാപ്പ് നമുക്കൊന്ന് റീക്യാപ്പ് പോവാം. ഓക്കെ, അതാണ് ആഗ്രഹം. അപ്പോൾ 2025 ക്രിക്കറ്റ് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിച്ചു നോക്കിയാലോ. 2025 എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി അടിച്ചായിരുന്നു. കാര്യം നമ്മൾ 2023 നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നു നമുക്ക് ആ വേൾഡ് കപ്പ് മിസ്സായത്. ആ ഒരു ഓൾമോസ്റ്റ് സെയിം സ്ക്വാഡിനെ വെച്ച് ആ ടീം എത്രത്തോളം നല്ല എന്നുള്ളത് പ്രൂവ് ചെയ്തു. ആൻഡ് വെരി ഹാപ്പി ഫോർ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി and the whole crew. And ഈ സമയത്ത് സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഡോമിനൻസ് ആണ്. കാര്യം വുമൺസ് വേൾഡ് കപ്പ് നമ്മൾ ഇന്ത്യയിൽ എടുത്തു, അതും ചെറിയ കളിയൊന്നും ആയിരുന്നില്ല. The people who have actually watched the whole thing അവർക്ക് മനസ്സിലാവും അത് ഭയങ്കര നല്ലൊരു കളി തന്നെയായിരുന്നു. ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി വർത്ത് വാച്ചിങ് ആൻഡ് വർത്ത് സ്പെൻഡിങ് യുവർ ടൈം ഓൺ. ആക്ച്വലി സെമിഫൈനൽ ഓസ്ട്രേലിയ ആയിട്ടുള്ള സെമിഫൈനൽ വെരി വെരി ഗുഡ് ഗെയിം ആയിരുന്നു, പരിപാടിയായിരുന്നു. ആൻഡ് ഫൈനൽസ് ഭയങ്കര ഡോമിനന്റ് കളിയായിരുന്നു. എസ്പെഷ്യലി ഫൈനൽ. സെമിഫൈനൽ നമ്മളൊന്ന് ഇച്ചിരി കുറച്ച് ഭാഗ്യം ഉണ്ടായിരുന്നു, നല്ലൊരു ഇന്നിങ്സും ഉണ്ടായിരുന്നു ആ ഒരു കളിയിൽ. കണ്ടവർക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്തായിരിക്കും ഞാൻ പറയട്ടെ. അവസാനത്തെ ക്യാച്ച് പോയിട്ട് രോഹിത് ശർമ്മ ഗാലറിയിൽ ഇരുന്നിട്ട് മേലോട്ട് നോക്കുന്ന ഒരു അത് കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എന്താ പറയാ, നമുക്ക്
ആ ഒരു പാട്ടും ഉണ്ടല്ലോ, ഒരു പാട്രിയോട്ടിക് പാട്ടില്ലേ, ഒരു പേട്രിയോട്ടിക് സോങ് ബാക്ക്ഗ്രൗണ്ടിൽ അതിടുമ്പോ അത് ഭയങ്കര ഒരു ഫീലുള്ള ഒരു പരിപാടി തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ഇൻ 2027 അത് നമുക്ക് ആവട്ടെ, അപ്പോഴത്തേക്ക് ഇത് ചെയ്യാം, ജിങ്സ് ചെയ്യണ്ട. അതെ, അപ്പൊ അങ്ങനെ അതൊരു നല്ലൊരു വിമൻസ് വേൾഡ് കപ്പ് നമ്മൾ തൂക്കി. അതിനുശേഷം വി ഹാഡ് എ ചാൻസ് ടു ടേക്ക് ഓവർ ഏഷ്യ കപ്പ് ആസ് വെൽ. ഏഷ്യ കപ്പ് എടുത്തു. ഏഷ്യ കപ്പിൽ ശരിക്കുള്ള മെൻഷൻ സഞ്ജു സാംസൺ ആൻഡ് തിലക് വർമ്മയുടെ ആ പാർട്ണർഷിപ്പാണ്. ആ ഫൈനലിൽ ആ പാർട്ണർഷിപ്പ് ബ്രേക്ക് ആയിരുന്നെങ്കിൽ കളി പോയേനെ. അത് മാത്രമല്ല, ഈ ഏഷ്യ കപ്പിൽ ഒരുപാട് ഡ്രാമ സംഭവിച്ചായിരുന്നു. ഇഫ് യു ക്യാൻ റീകോൾ, ട്രോഫി വാങ്ങിക്കാതിരിക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. പിന്നെ അതിനുശേഷം സൂര്യകുമാർ യാദവ് ട്രോഫി ഇല്ലാതെ പോലെ ഒരു മോക്ക് പോലെ നടന്നു പോയിട്ട് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു. ഫൺ പരിപാടി വിച്ച് ഈസ് വെരി എന്താണ്, അതും സോഷ്യൽ മീഡിയയിൽ കളിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സഞ്ജുവിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, സഞ്ജു എവിടെയാണ് സഞ്ജുവിന്റെ പൊസിഷൻ, എന്താണ് ബാറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സഞ്ജു പറയില്ലേ, എന്താണ്, ഞാൻ മോഹൻലാലിന് ഈ ഇടയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ പോലെ പുള്ളിക്കാരൻ വില്ലനായിട്ട് മാത്രമല്ല ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, എന്തുപോലെ അതേപോലെ തന്നെ ഞാൻ ഏത് റോളും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്, അത് പർസലോട് മാത്രമല്ല, ലൈക്ക് ഹി ആക്ച്വലി പ്രൂവ്ഡ് ഹിംസെൽഫ് എന്നുള്ള പരിപാടിയാണ്. ഏഷ്യ കപ്പിൽ ഏതൊരു നമ്പറിൽ ഇറങ്ങിയിട്ടും പുള്ളിക്കാരന്റെ വർക്ക് വൃത്തി ചെയ്തിട്ടുണ്ട്. കാര്യം ഒരു പൊസിഷനിലല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഇറക്കിയത്, നമ്പർ 5 തന്നെ അല്ല ഇറക്കിയത്. ഹോൾ സീരീസിലും അങ്ങനെയാണ്. 3rd ഇറക്കി, 5th ഇറക്കി. സോ ഹി വാസ് ദി അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ ഫൈനൽസ് ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് വാൻകൂവർ വെച്ചിട്ട്. മലയാളികൾക്കെല്ലാം അഭിമാനിക്കുന്ന ഒരു പെർഫോമൻസ്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞ സന്തോഷമായി. ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേറ്റഡും ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു ദിവസമായിരുന്നു ആഫ്റ്റർ ഏഷ്യ കപ്പ് വിന്നിങ്. ഏഷ്യ കപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുറകിലേക്ക് പോകുന്ന സമയത്ത് RCB IPL 18 കൊല്ലം തികയുന്ന സമയത്ത് ആദ്യത്തെ കപ്പെടുത്തു. അത് ചെറിയൊരു കാര്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ടീമിനെ അവര് മൊത്തത്തിൽ പൊളിച്ചു. അവര് സ്ക്വാഡിനെ തന്നെ അവര് മൊത്തത്തിൽ റിയലൈൻ ചെയ്തു. പുതിയൊരു ക്യാപ്റ്റൻസി, ഹേസൽവുഡ് ബോളിംഗ്, ആണ് എനിക്കൊന്ന് നല്ലൊരു. പിന്നെ അവർക്ക് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഹേസൽവുഡ് MVP ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹേസൽവുഡിനും കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാര്യം അവസാനം എന്തോ ടൂർണമെന്റ് വന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട സമയത്തായപ്പോ പോലും ഹേസൽവുഡ് ഫൈനൽ അടിച്ചിട്ട് something happened at that time. So ഈ കൊല്ലം അങ്ങനെ RCB അവരുടെ ഫസ്റ്റ് കപ്പ് എടുത്ത്. And everybody was very happy for Virat Kohli as well. എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഈ സാല കപ്പ് നമ്മതേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലാസ്റ്റ് രജത് പട്ടിദാർ പറഞ്ഞു ഈ സാല കപ്പ് നമ്മതു. അത് അടിച്ചു എന്ന് പറഞ്ഞു. വിച്ച് വാസ് വെരി എന്താണ്, ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ് തന്നെയായിരുന്നു in IPL point of view. And if I'm not wrong, ആ ഒരു വിന്നിന് ശേഷം RCBയുടെ ബ്രാൻഡ് വാല്യൂ ഹാസ് ഗോൺ അപ്പ് ലൈക്ക് 2 times or maybe I don't know how much. പക്ഷേ അത് അങ്ങനെ കഴിയിട്ടുണ്ടായിരുന്നു. which is another milestone in cricket in 2025. എന്തായിരുന്നു നമ്മളിപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പുറത്തു പോയി നമ്മൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക അവരുടെ ലൈക്ക് ICC ഗെയിമുകളിലുള്ള അവർക്കൊരു ശാപം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ഫൈനലിലും അല്ലെങ്കിൽ സെമി ഫൈനലിലും ഒന്ന് തോക്കുക എന്നുള്ളത്. അത് ഈ പ്രാവശ്യം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പില് ബൗമയുടെ ക്യാപ്റ്റൻസിയിൽ എല്ലാവരും ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ ഇഫ് ഐ എം നോട്ട് റോങ് എല്ലാവരും കൂടെ ഭയങ്കര പുച്ഛമായിരുന്നു. ബൗമേനെ പുച്ഛമായിരുന്നു. ഈവൻ ഹോൾ സൗത്ത് ആഫ്രിക്കൻ ടീമിനെയും ഒരു പുച്ഛം ഉണ്ടായിരുന്നു. ഒരു ഫൈനലൊന്നും കാണിക്കാൻ പോകുള്ള ഒരു ഫൈനൽ എന്തായാലും തോക്കും കാര്യം ഇവിടം വരെ എത്തിയിട്ട്. കാര്യം ബിക്കോസ് ഓഫ് ദർ ഹിസ്റ്ററി ഓഫ് ഡൂയിങ് ദാറ്റ്. പക്ഷേ ഈ പ്രാവശ്യം അവരത് തിരുത്തി. അവരത് സംഭവം വളച്ചെടുത്തു. അത് നല്ലൊരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തന്നെയായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദേ ഡിസേർവ് ഇറ്റ് ടു. കാരണം അവരൊന്ന് താഴ്ന്നു വരുന്ന സമയമായിരുന്നു. ലൈക്ക് സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇതോടെ അങ്ങോട്ട് ഭയങ്കര ബൂസ്റ്റപ്പ് ആയി. ഒരാളൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ദേ ആർ ആക്ച്വലി പ്രിപ്പയർഡ് ആൻഡ് ദേ ആർ റെഡി ടു ഗോ. ആൻഡ് ഇൻ 2026 പുതിയ അടിപൊളി മാച്ചുകൾ കളിച്ചവരും വളരട്ടെ, അടിപൊളിയാവട്ടെ. സത്യം. പിന്നെ നമുക്ക് ഇപ്പൊ കുറച്ചധികം പ്ലേയേഴ്സ് റിട്ടയർ ആയി കുറച്ച് ഫോർമാറ്റുകളിൽ നിന്ന്. അതിനു മുമ്പ് ആഷസിന്റെ കാര്യം കൂടി പറഞ്ഞു. ഈ സമയത്ത് അത് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക കണ്ടിന്യൂയിങ് സീരീസ് ആണ്. അടുത്ത കൊല്ലത്തെയും 26 ഫസ്റ്റ് വീക്കിലും അതിന്റെ ഫൈനൽ ടെസ്റ്റ് ഉണ്ട്. ഓൾറെഡി 3 കളി ജയിച്ചിട്ടുണ്ടെന്നോ?
അവസാനത്തെ കളി അങ്ങനെ ഇംഗ്ലണ്ട് ഇന്ന് ജയിച്ചു, ബോക്സിംഗ് ഡേ ടെസ്റ്റ് ജയിച്ചു. അങ്ങനെ 3-1 സീരീസ്. ഐ വാസ് റീഡിങ് ഇറ്റ് സംവെയർ. അതായത് ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റില് 2 ദിവസത്തിലോ 3 ദിവസത്തിലോ കളി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫസ്റ്റ് ബോക്സിംഗ് ഡേ ടെസ്റ്റ് കഴിഞ്ഞ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 2 ദിവസത്തില് ആദ്യത്തെ ദിവസം തന്നെ 10-20 വിക്കറ്റ് തന്നെ പോയി. അപ്പോ അതില് ഭയങ്കര നഷ്ടം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട്. ഈവൻ ഫസ്റ്റ് ടെസ്റ്റ് ആഷസിന്റെയും ട്രാവിസ് ഹെഡ് ഈ പറഞ്ഞ പോലെ അത് ഭയങ്കര ഒരു ബോളിംഗ് പിച്ച് ആയിരുന്നു. പക്ഷെ ട്രാവിസ് ഹെഡ് ബാറ്റ് ചെയ്യുമ്പോൾ മാത്രം അത് പെട്ടെന്ന് ഒരു ബാറ്റിംഗ് പിച്ചായി. അത് എപ്പോഴും പുള്ളിക്കാരൻ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ബാറ്റ് ചെയ്യാൻ. പുള്ളിക്കാരൻ വന്നിട്ട് ബാങ് ഓൺ സിക്സ് അടിച്ചുകൊണ്ട് അത് ഒരു 1 ഡേ മാച്ച് കളിക്കുന്ന ലാഘവത്തോടെ ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ടെസ്റ്റ് കളിക്കുന്നത്. സോ പുള്ളി ടച്ച് ആയി കഴിഞ്ഞൊന്നും ചെയ്യാൻ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ. ആൻഡ് ഓൾസോ അബൌട്ട് റിട്ടയർമെന്റ്, നമുക്ക് ഈ കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഓൾ ഫോർമാറ്റ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ടെസ്റ്റിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയൊക്കെ പിടിച്ചിരുത്തിയത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയും വിരാട് കോഹ്ലി ടെസ്റ്റിലേക്ക് ഒന്നാണ്. ഈവൻ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ അത്രയും ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫാക്ട് അത്രയും കാണാറുണ്ടായില്ല. ഹോം സീരീസുകൾ നമ്മൾ ജയിക്കുമായിരുന്നു, പക്ഷേ എവേ സീരീസുകൾ നമ്മൾ വെറുതെ ആയിരുന്നു. പക്ഷേ വിരാട് കോഹ്ലിയാണ് ടെസ്റ്റിലേക്കുള്ള ഇഷ്ടം കൊണ്ടുവന്നത്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു കാര്യമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു IPL ജയിച്ചതിന് ശേഷമാണോ അത് IPL നടക്കുന്ന സമയത്ത് ഏതാണ്ടോ തോന്നുന്നു റിട്ടയർമെന്റ് ആണെന്ന്. എനിക്ക് ഓർമ്മയില്ല, പക്ഷേ സംതിങ് അറൌണ്ട് ദാറ്റ് ടൈം രോഹിത് ശർമ്മയുടെ റിട്ടയർമെന്റ് അതിന്റെ ഒപ്പം തന്നെയായിരുന്നു. ലൈക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് റൈറ്റ് ആഫ്റ്റർ എന്താണ് ചാമ്പ്യൻസ് ട്രോഫിയാണ് റിട്ടയർ ചെയ്തത്. ആ ഒരു ട്രോഫിക്ക് ശേഷം അത് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കി. ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു റിട്ടയർമെന്റ്. കാരണം ഇഫ് ഐ നോട്ട് റോങ് അവർക്ക് ടെസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ കളിക്കാന്നുള്ളതേ ഉള്ളൂ. T20 വിച്ച് മേക്ക് സെൻസ്. കാരണം T20 ഇത്രയും പുതിയ പ്ലേയേഴ്സ് നമ്മുടെ ഇന്ത്യൻ IPL കൊണ്ടുവരുന്ന ടാലന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ലൈക്ക് ഈവൻ ഇഫ് ദേ ഗോ ലൈക്ക് അവർക്ക് ചാൻസ് കിട്ടട്ടെ എന്നുള്ള ഒരു ആസ്പെക്ട് നോക്കാം. പക്ഷെ ടെസ്റ്റില് ടെസ്റ്റ് ആൻഡ് വൺ ഡേ ബോത്ത് ഓഫ് ദം ആർ റിയലി റിയലി ഗുഡ്. യെസ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു തീരാ നഷ്ടമായിട്ട് ഒരുപാട് ബാക്ക്ലാഷുകളൊക്കെ നടന്നൊരു ടൈം ആയിരുന്നു ലൈക്ക് ദ റിട്ടയർമെന്റ്. ആൻഡ് അശ്വിൻ എല്ലാ ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഹി ഈസ് പ്ലേയിങ് ഇൻ BBL ആണെന്ന് ഐ തിങ്ക് ഓസ്ട്രേലിയൻ ലീഗിൽ. പക്ഷെ എന്നാലും പുള്ളിക്കാരനും കുറച്ച് അശ്വിന്റെ മിസ്സിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോ ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് മാത്രമല്ല പിന്നെ അനദർ വീഡിയോ ദാറ്റ് ഐ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനും രോഹിത് ശർമ്മയും കൂടിയിട്ട് മീഡിയയെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അശ്വിൻ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര ഒരു എന്താണ് ലൈക്ക് ഉള്ളിക്കുള്ള ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുള്ളിക്കാരൻ ലൈക്ക് വി ആർ OGs, ഞങ്ങൾ OGs പോവാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയണത് ഭയങ്കര ഒരു ടച്ചിങ് ഉള്ള പരിപാടിയായിരുന്നു. ആൻഡ് പുജാര ഓൾസോ റിട്ടയർഡ് ഫ്രം ഓൾ ഫോർമാറ്റ്സ്. അങ്ങനെ വൃദ്ധമാൻ സാഹേം നല്ലൊരു കീപ്പറായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെയും പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് 2026 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നൗ നമ്മുടെ T20 ടീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. എവരിബഡി മസ്റ്റ് ഹാവ് നോൺ ബൈ ദിസ് ടൈം. പക്ഷേ വേൾഡ് കപ്പ് ഈസ് ഹാപ്പനിങ് ഇൻ മാർച്ച്. ഐ തിങ്ക് ഫെബ്രുവരി മാർച്ചിലാണ് നടക്കുന്നത്. യെസ്. അപ്പോൾ അതിന്റെ ടീം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓൾ ദ ബെസ്റ്റ് ടു ടീം ഇന്ത്യ. നല്ലൊരു സ്ക്വാഡിനാണ് അവർ റിലീസ് ചെയ്തേക്കുന്നത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ സഞ്ജു സാംസൺ ടീമിലുണ്ട്, സ്ക്വാഡിലുണ്ട്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഓൾ ദ ക്രിറ്റിക്സ് ഓൺലൈൻ ലൈക്ക് 95% ഓഫ് ദ പീപ്പിൾ ആർ ഹാപ്പി വിത്ത് ദ ടീം. ഇപ്പോഴത്തെ ഉള്ള പുതിയ ടീം വെച്ചിട്ട് എല്ലാവരും ഹാപ്പിയാണ്. ദാറ്റ് ശുഭ്മാൻ ഗിൽ ഹാസ് ഗോൺ അവേ. സഞ്ജു ഹാസ് ടേക്കൺ ഇൻ ലൈക്ക് ഓപ്പണിംഗിൽ ഇറങ്ങാൻ അഭിഷേകിന്റെ ഒപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ട് സഞ്ജു സ്പോട്ട് തിരിച്ചെടുത്തുന്നുണ്ട്. പിന്നെ ആരും വന്നേ കുറച്ച് റിങ്കു സിംഗ് ഉണ്ട്. കുറച്ച് പ്ലേയേഴ്സ് മിസ് ഔട്ട് ചെയ്തത് ശുഭ്മൻ ഗിൽ മിസ് ഔട്ട് ചെയ്തു, ജിതേഷ് ശർമ്മ മിസ് ഔട്ട് ചെയ്തു സ്ക്വാഡിൽ. റിങ്കു സിംഗ് ഉണ്ട്, ഇഷാൻ കിഷൻ. സ്പെഷ്യൽ മെൻഷൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഐ തിങ്ക് സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡിന് ഒറ്റയ്ക്ക് ക്യാപ്റ്റനായിട്ട് പുള്ളിക്കാരൻ സെഞ്ചുറി അടിച്ച് പുള്ളിക്കാരൻ കളിയിപ്പിച്ചു, ഫൈനലിൽ കപ്പെടുത്തു. അത് ചെറിയൊരു കാര്യമല്ല. ആ ഒരു ജാർഖണ്ഡ് പോലത്തെ ഒരു ടീമിനെയും കൊണ്ടുവന്ന് ആ ഒരു ഫുൾ ടൂർണമെന്റ് ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോ അങ്ങനെ ഇഷാൻ കിഷനും ഇസ് ബാക്ക് ടു ടീം ഇന്ത്യ, ബാക്ക് ടു ഇന്ത്യൻ ടീം. അപ്പോ അതും നല്ലൊരു എല്ലാവർക്കും ഇഷ്ടമുള്ള പുള്ളിക്കാരൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടും അങ്ങനെ എന്തോ വിളിക്കുന്നത്. പിന്നെ ഭയങ്കര രസമാണ് പുള്ളിക്കാരന്റെ കളി കാണുമ്പോൾ. ഭയങ്കര പുള്ളിക്കാരൻ സൺറൈസേഴ്സിന്റെ ഫസ്റ്റ് ഗെയിമിൽ സെഞ്ചുറി ഓപ്പണിംഗ് ഡെബ്യൂല് സെഞ്ചുറി അടിച്ചു. ഇപ്പൊ ക്രിക്കറ്റിനെ പറ്റി അവസാനമായിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് നിർത്താനുള്ളത്, ഞങ്ങൾ രണ്ടുപേരും മുംബൈ ഫാൻസ് ആയതുകൊണ്ട് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ ഓപ്ഷൻ നടന്നായിരുന്നു, മിനി ഓപ്ഷൻ നടന്നായിരുന്നു. ആൻഡ്
മുംബൈയുടെ ടീം ഭയങ്കര അടിപൊളി ടീമാണ്. ഈ കളി ചെറിയൊരു ടീമായിട്ടൊന്നല്ല മുംബൈ ഇറങ്ങാൻ പോകുന്നത്. മുംബൈ നൈസായിട്ട് ചുളു വിലക്ക് ഡിക്കോക്കിനും കൂടെ വലിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഡിക്കോക്ക് ഈ ഇടയ്ക്ക് നമ്മൾ കളിച്ച സൗത്ത് ആഫ്രിക്കയുടെ T20 മത്സരമില്ലേ, ഇന്ത്യക്കെതിരെ അതിലും ഡിക്കോക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു, ചെറിയ ഫോം. അപ്പോ അത് അടിപൊളിയായിരിക്കും. ഒരു വിക്കറ്റ് കീപ്പർ വേണം നമുക്ക്. റിക്കിൾട്ടൺ ഉണ്ടായിരുന്നു, പക്ഷെ ഡിക്കോക്ക് 2019-20 ആ ഒരു സമയത്ത് നമ്മുടെ സ്ക്വാഡിന് ഒരു കോമ്പിനേഷൻ വാസ് സംതിങ് എൽസ്. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. റിക്കിൾട്ടൺ നല്ലതാണ്. പിന്നെ ബെയർസ്റ്റോ വന്നു, പക്ഷെ ഐ തിങ്ക് ഡിക്കോക്ക് വിൽ ബി ബെസ്റ്റ്. ഡിക്കോക്ക് വിൽ ബി ദ ഓപ്പണിംഗ്. സോ IPL ഞാൻ ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് വേൾഡ് കപ്പും ഭയങ്കരമായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ അങ്ങനെ അത്രയും പറഞ്ഞുകൊണ്ട് ക്രിക്കറ്റ് അല്ലേ, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ക്രിക്കറ്റ് നമ്പർ മിസ് ചെയ്തു? ഇല്ല, ഇല്ല, ഇത്ര ഓർമ്മയുള്ളൂ, ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുള്ളൂ ഇവിടെ.